സംരക്ഷണ വേദിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തുറന്നു. ആശുപത്രികളിലെ അനാസ്ഥ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായാണ് ജനനീതി സംരക്ഷണ വേദി ആരംഭിച്ചത്. കുറ്റക്കാരായ ഡോക്ടർമാരെയും ആശുപത്രി മാനേജ്മെന്റിനെയും മറ്റ് ജീവനക്കാരെയും നിയമത്തിനു മുൻപിൽ കൊണ്ടുവരിക എന്നതാണ് സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. പെരുമ്പാവൂർ ലോട്ടസ് ടവറിൽ മിനി സിവിൽ സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ച ജനനീതി സംരക്ഷണ വേദിയുടെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി നാടമുറിച്ച് നിർവഹിച്ചു. JSV സംസ്ഥാന വൈസ് ചെയർമാൻ നിസാർ കളമശ്ശേരി സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സുചിത്ര S അധ്യക്ഷയായി. CR നീലകണ്ഠൻ, സന്ദീപ് വാര്യർ, ഡോക്ടർ സോമശേഖരൻ നായർ, KC കാർത്തികേയൻ, അന്ന രാജു തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവർ പങ്കെടുത്തു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രോഗികൾ പലപ്പോഴും ആശുപത്രിയുടെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ കഴിവുകേട് കൊണ്ട് അല്ലെങ്കിൽ നെഗ്ലിജൻസ് കൊണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. മരണം സംഭവിച്ച നിരവധി പേരുണ്ട്. ജീവിതം അവസാനം വരെ കിടക്കേണ്ടി വന്ന രോഗികളുണ്ട്. കിടപ്പ് രോഗികളായി മാറിയവരുണ്ട്. ഇതിനൊന്നും ഒരു പരിഹാരവും ഇന്നില്ല. നിയമപരമായി ഓടിച്ചെന്ന് ആശുപത്രി തല്ലിപ്പൊളിക്കുന്ന ഒരു ജനക്കൂട്ടം എന്നുള്ളത് ഒഴിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ അതിനാരും ഫോളോ അപ്പ് ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കത്രിക അകത്ത് വെച്ച് ഓപ്പറേഷൻ നടത്തിയ ആളുകൾ, സൂചി അകത്തിട്ട് ഓപ്പറേറ്റ് ചെയ്ത ആളുകൾ, മറ്റേ ശ്വാസനാളത്തിൽ നിന്ന് പകരം അന്നനാളത്തിൽ ശ്വാസനാളവും മാറിപ്പോയത്, അങ്ങനെ നിരവധി കേസുകളുണ്ട്. ഇതിനൊന്നും ഒരു പരിഹാരവും ഒരിക്കലും കിട്ടില്ല. ആരാണ് കുറ്റക്കാരെന്നറിയില്ല. ഇതിനൊരു നിയമം ഉണ്ടാവണം, ചട്ടങ്ങൾ ഉണ്ടാവണം. ഡോക്ടർമാരെ സംരക്ഷിക്കാൻ നമ്മൾ നിയമം ഉണ്ടാക്കി, നല്ലത്. പക്ഷേ അതുപോലെ തന്നെ രോഗികളെ സംരക്ഷിക്കാനും ഒരു നിയമം ഉണ്ടാവണം. മെഡിക്കൽ കൗൺസിൽ പോലെ കാര്യക്ഷമമല്ലാത്തൊരു സംവിധാനമാണ് ഇന്നിവിടെ ഉള്ളത്. അത് മാറ്റണം. അത് പരിഹരിക്കുന്നതിനുള്ള ഒരു മുന്നേറ്റമാണ്. കേരളമൊട്ടുക്ക് നിരവധി കേസുകളാണ് ഓരോ ദിവസവും നമുക്ക് പുതിയതായി വരുന്നത്. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ അത്തരം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഫോളോ അപ്പ് ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം. അത് ഉണ്ടാകുന്നതിന് വേണ്ടി നിയമപരമായി ഒരുപക്ഷെ കോടതി പോകാനും അല്ലെങ്കിൽ ജനകീയമായി വരാനുള്ള ഒരു സംവിധാനമാണ് ഈ സംഘടന. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.